ഉയിരിലലിയാൻ. രചനാ സംഭാഷണം രുദ്രപ്രിയ. ഒരാഴ്ചയോളം അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ കഴിയേണ്ടി വന്നു. കാശിയും കൺമണിയും കൂടെ തന്നെ നിന്നു. അമ്മാവൻ ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളുമായി വന്നു പോകും. കാശി വിശ്വത്തെ വിളിച്ച് ഓഫീസിലെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ടിരുന്നു. രാവിലെ ഡോക്ടർ വന്നിട്ടുണ്ട് അമ്മയെ നോക്കാൻ. ആഹാ, അമ്മ മിടുക്കിയായല്ലോ. സ്ട്രോക്ക് വന്ന് കൂടിപ്പോയ വായ ഇപ്പോൾ ഏകദേശം റെഡിയായി. സംസാരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. തളർന്നു പോയ കൈ ഫിസിയോതെറാപ്പി ചെയ്താൽ നേരെയാകുമെന്ന് ഡോക്ടർ പറഞ്ഞു. വേറെ കുഴപ്പമൊന്നുമില്ലാത്ത സ്ഥിതിക്ക് ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് ഡോക്ടറുടെ നിഗമനം. ഡോക്ടർ വന്നു പോയപ്പോൾ തന്നെ കാശി രാജീവനെ വിളിച്ച് കാര്യം പറഞ്ഞു. രാജീവൻ കാറുമായി വരാമെന്ന് ഏറ്റു. ഒരാഴ്ചത്തെ ഹോസ്പിറ്റൽ വാസം കൺമണി ആകെ അവശതയിലാക്കി. പെണ്ണിൻ്റെ ചുറുചുറുക്കൊക്കെ എവിടെ പോയോ എന്തോ. കാശി കൺമണിയെ അമ്മയുടെ അടുത്താക്കി. ബാക്കി ബെൽ സെറ്റിൽ ചെയ്തു. അപ്പോഴേക്കും രാജീവനും എത്തി. അമ്മയെ സ്ട്രെച്ചറിൽ കിടത്തിയാണ് ആംബുലൻസിൽ കയറ്റിയത്. കൂടെ കൺമണിയും. അമ്മാവനും രാജീവനും കാശിയും ആംബുലൻസിൻ്റെ പിന്നാലെ കാറിൽ. ഏകദേശം അരമണിക്കൂർ കൊണ്ട് വീടെത്തി. ആംബുലൻസിൽ നിന്നും അമ്മയെ ഇറക്കി മുറിയിൽ കിടത്തി. കൺമണി കൂടെ നിന്നു. അമ്മയ്ക്ക് യാത്ര ചെയ്ത അവശത കാരണം ഉറക്കമായി പോയി. രാഗിണി, ഇന്നു മുതൽ നീ കൂടി പത്മത്തിൻ്റെ മുറിയിൽ കിടക്കണം. ഒറ്റയ്ക്കാക്കണ്ട അവളെ. രാത്രിയിൽ എന്തെങ്കിലും അത്യാവശ്യം വന്നാലോ? അമ്മാവൻ പറഞ്ഞു. ഞാൻ അമ്മയുടെ കൂടെ കിടക്കാ അച്ഛാ. കൺമണി അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. വേണ്ട കണ്ണ, കാശി ഉള്ളതല്ലേ. മോള് വേണ്ട, രാഗിണി കിടന്നോളും. ഒരാഴ്ചത്തെ ക്ഷീണം മുഴുവൻ എല്ലാവർക്കും ഉറങ്ങി തീർക്കാനുണ്ടായിരുന്നു. വൈകുന്നേരം അമ്മയെ ഉണർത്തി ചായ കൊടുത്തു കൺമണി. ഈ കിടപ്പ് വയ്യ മോളെ, കുറച്ച് കാറ്റും വെളിച്ചവും കൊള്ളണം. വല്ലാണ്ട് വിക്കി അമ്മ പറഞ്ഞു. ഞാൻ കാശിയോട്ടനോട് പറയാം അമ്മയെ പുറത്തിരുത്താൻ. കൺമണി റൂമിൽ ചെല്ലുമ്പോൾ കാശി അത്യാവശ്യം ലാപ്പിൽ ജോലി ചെയ്ത് മാറ്റിവെച്ചു. കൺമണി അവൻ്റെ മടിയിൽ ചെന്നിരുന്ന് കാശിയുടെ താടിയിലൂടെ വിരൽ കടത്തി വലിച്ചു. കാശി പെണ്ണിനെ ഇടുപ്പിലൂടെ കയ്യിലിട്ട് ചേർത്ത് പിടിച്ചു. എന്താടാ? ഞാനും അച്ഛനും അമ്മയും കാശിയേട്ടനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അമ്മയ്ക്കിപ്പോൾ എപ്പോഴും കാശിയേട്ടനെ കാണുമെന്നാണ് ആഗ്രഹം. അച്ഛനും അതെ. കാശി പെണ്ണിൻ്റെ മുഖഭാവമൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരിക്കുകയാണ്. എന്നെ കൊഞ്ചിക്കാവോ കാശിയേട്ടാ? മടിയിലിരുന്ന് കുറുമ്പ് കാട്ടുന്ന പെണ്ണിനെ വാത്സല്യത്തോടെ നോക്കി. പിന്നെ കൊഞ്ചിക്കാമല്ലോ. ആദ്യം ആ ഡോർ ലോക്ക് ചെയ്യട്ടെ, ഇല്ലെങ്കിൽ അമ്മയോ രാഗിണി ചേച്ചിയോ കാണും. അയ്യോ കാശിയേട്ടാ, വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ. അമ്മയെ പുറത്തൊന്നിരുത്താൻ പറയാൻ വന്നതാ ഞാൻ. കൺമണി ചുണ്ടു കൂർപ്പിച്ചു. എന്നിട്ട് കണ്ണൻ അതല്ലല്ലോ പറഞ്ഞത്. കാശിയുടെ ചോദ്യം കേട്ട് പെണ്ണ് പൊട്ടിച്ചിരിച്ചു. അവൻ അവളെ തന്നെ നോക്കി നിന്നു. കുറച്ച് ദിവസമായി അവളിൽ നിന്നും അന്യമായി നിന്ന ചിരി. പെണ്ണിനെ എടുത്ത് മടിയിൽ ചാരിയിരുത്തി അവളുടെ കഴുത്തിൽ മുഖമമർത്തി. വിയർപ്പ് തിങ്ങുന്ന കഴുത്തിൽ അമർത്തി ഉമ്മ വെച്ചു. ഞാൻ വിയർത്തിരിക്കുക കാശിയേട്ടാ. കുതിറി മാറുന്നവളെ കാലുകൊണ്ട് ലോക്ക് ചെയ്ത്. മുഖം അപ്പോഴും മാറ്റിയില്ല. നാവുകൊണ്ട് കടുത്തിടുക്കിനെ നുണഞ്ഞു. കൺമണി പുളഞ്ഞുപോയി. കഴുത്തിൽ നിന്നും കാശിയുടെ മുഖം ബലമായി പിടിച്ചു മാറ്റി. അതിഷ്ടപ്പെടാതെ കാശി അവളെ നോക്കുമ്പോൾ പെണ്ണവൻ്റെ ചുണ്ടിൽ അമർത്തി ഉമ്മ വെച്ചു. അമ്മയെ വീൽ ചെയറിലിരുത്തി അച്ഛനെ ഏൽപ്പിച്ചിട്ട് വേഗം വായോ, നമ്മുടെ അമ്മയല്ലേ. താടിയിൽ വലിച്ച് അവൻ്റെ ചുണ്ടിൽ ഒരിക്കൽ കൂടി മുത്തിവിട്ടു കൺമണി. കാശി അവളിൽ നിന്നുള്ള പിടി അയച്ച് കവളിൽ കടിച്ചുമ്മ വെച്ചു. പെണ്ണിന് വേദനിച്ചു. കണ്ണു കൂർപ്പിച്ചു നോക്കി. കാശി അത് ശ്രദ്ധിക്കാതെ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. അമ്മയുടെ റൂമിൽ ചെല്ലുമ്പോൾ പുറത്തേക്ക് കണ്ണുനട്ട് കിടപ്പാണ്. കാശി അടുത്തിരുന്ന് അമ്മയുടെ കയ്യിൽ കൈ ചേർത്ത് പിടിച്ചു. കിടന്നു മടുപ്പായോ അമ്മയെ? നിറകിൽ തലോടിയുള്ള അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ പത്മ ചിരിച്ചു. കാശി അമ്മയെ എടുത്ത് വീൽ ചെയറിലിരുത്തി. അപ്പോൾ അമ്മാവനും വന്നു. ഞാൻ നിന്നോട് പറയാനിരിക്കുകയായിരുന്നു പത്മത്തെ പുറത്തോട്ടൊക്കെ ഒന്ന് ഇരുത്താൻ. എന്തായാലും നന്നായി. കുറച്ച് കാറ്റും വെളിച്ചവും കിട്ടട്ടെ. കണ്ണൻ എവിടെ കുട്ടാ? കിടക്കുവോ അമ്മാവയോ? തലവേദനയാണ്. കുറച്ച് ദിവസമായി ഉറക്കം ഒന്നും ശരിയായിട്ടില്ല കുഞ്ഞിന്. രണ്ടുപേരും കൂടി കുറച്ച് നേരം കിടക്ക്, ക്ഷീണം മാറട്ടെ. കഴിക്കാറാകുമ്പോൾ രാഗിണിയെ വിട്ട് വിളിപ്പിച്ചോളാം. പത്മത്തിൻ്റെ ഒപ്പം ഞാനിരിക്കാം, നീയും പോയി കിടന്നോ. കുറച്ചു നേരം കൂടി അമ്മാവനും അമ്മയ്ക്കും ഒപ്പം ഇരുന്നതിന് ശേഷമാണ് കാശി റൂമിലേക്ക് പോയത്. ചെല്ലുമ്പോൾ കാണുന്നത് തലയിണയിൽ കെട്ടിപ്പിടിച്ച് സുഖമായി ഉറങ്ങുന്ന പെണ്ണിനെ. അവളുടെ അടുത്തേക്ക് കിടന്ന് അവളെ എടുത്ത് കൈക്കുഴിയിൽ കിടത്തി. ഇപ്പോൾ കണ്ടാൽ കൊഞ്ചിക്കാനൊക്കെ തോന്നും. പെണ്ണിൻ്റെ ഉറക്കം നോക്കി കിടന്നപ്പോൾ അറിയാതെ കൈ അവളിലൂടെ ഇഴഞ്ഞു. ഉറക്കത്തിനിടയിലും തൻ്റെ പ്രാണനായവൻ്റെ കരചലനത്തിൽ അവൾ പൊളഞ്ഞു. കണ്ണുകൾ വലിച്ചു തുറക്കണമെന്ന് തോന്നിയെങ്കിലും ഉറക്കത്തിൻ്റെ സുഖത്തിൽ അതിനും വയ്യ.
ഉറക്കത്തിൽ പെണ്ണിൻ്റെ മുഖത്ത് മിന്നിമറയുന്ന വിവിധ ഭാവങ്ങൾ, ചുണ്ടിൽ വിരിയുന്ന ചിരിയും അവൻ കണ്ടു. ഇങ്ങനെയും പ്രണയിക്കാം. കാശിയുടെ വിരൽ പെണ്ണിൻ്റെ മൃദുലതയിൽ അമർന്നു. കണ്ണടച്ച് കിടക്കുന്ന പെണ്ണിൽ നിന്നും കുഞ്ഞു മൂളലുകളും. ചുണ്ട് താനേ വിടർന്നുപോയി. പോളകൾക്കുള്ളിൽ കൃഷ്ണമണികൾ ചലിക്കുന്നു. കാശിയുടെ മുഖം മാറിലമർന്നതും പിടച്ചിലോടെ പെണ്ണ് കണ്ണ് വലിച്ചു തുറന്നു. അവൻ്റെ വേഗതയിൽ കൺമണി തളർന്നു തുടങ്ങി. ഇരുമാറിടവും കാശി മാറി മാറി ലാളിച്ചു. ഇതിനിടയിൽ എപ്പോഴോ ഇടുപ്പിന് മുകളിൽ നഗ്നമായി. പതുപതുത്ത വയറിൽ മുഖമമർത്തി കടിച്ചു വലിച്ചു നുണഞ്ഞു. പുക്കിൾച്ചുഴിയിൽ നാവുകൾ തള്ളി പെണ്ണവൻ്റെ തലമുടിയിൽ ശക്തിയായി അമർത്തി. കാശിയുടെ മുഖം അവളുടെ വയറിലമർന്നു. പല രാത്രികളിലും ഇരുവരും പരസ്പരം പ്രണയിച്ചിട്ടുണ്ടെങ്കിലും പകൽ വെളിച്ചത്തിൽ ആദ്യമായി ആയിരുന്നു. ഇടുപ്പിൽ നിന്നും പല്ലാസ വലിച്ചു താഴ്ത്തുമ്പോൾ കണ്ടു അരഞ്ഞാണം കെട്ടിപ്പിടഞ്ഞു കിടക്കുന്ന അരക്കെട്ട്. കാശിയുടെ മുഖം വിടർന്നു. അവളുടെ ഇടുപ്പാകെ അവൻ്റെ ചുണ്ടും നാവും അലഞ്ഞു. ഇതിനിടയിൽ ബാക്കിയുണ്ടായിരുന്ന വസ്ത്രങ്ങളും ഇരുവരിൽ നിന്നും അകന്നു മാറി. കാശി കൺമണിയുടെ മേലേക്ക് ചാഞ്ഞ് അവളുടെ ചുണ്ടുകൾ നുണഞ്ഞു. പതിയെ തുടങ്ങിയ ചുംബനം പിന്നെ വന്യമായി. ഇരുതളങ്ങളും മാറി മാറി നുണഞ്ഞു. മാറിൽ കയ്യും നാവും ചേർന്ന് സുഖാനുഭൂതി നിറച്ചു. അവൻ്റെ മുഖം അമർന്നതും കൺമണി വെട്ടി വിയർത്തു. അവൻ നൽകുന്ന സുഖം അവൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. പെണ്ണിൻ്റെ ശീൽക്കാരം ഉയർന്നു. കാശി വേഗം ഉയർന്നു വന്ന് അവളുടെ ചുണ്ടിനെ തൻ്റെ ചുണ്ടാൽ പൊതിഞ്ഞുകൊണ്ട് കൈയെത്തി മൊബൈൽ വലിച്ചെടുത്തു. അതിൽ സോങ് പ്ലേ ചെയ്തു. ചുണ്ടടർത്തി മാറ്റുമ്പോൾ പെണ്ണ് കണ്ണു തുറന്ന് കാശിയെ നോക്കി. അവൻ എന്തെങ്കിലും പറയാൻ തുടങ്ങും മുമ്പ് തന്നെ കാശിയുടെ ചുണ്ടിലേക്ക് അവളുടെ ചുണ്ട് കൊരുത്തു പിടിച്ചു. കൺമണി ആവോളം അവൻ്റെ ചുണ്ടുകൾ നുണഞ്ഞു. കാശിയുടെ ചുണ്ടും നാവും വിരലും നൽകുന്ന സുഖത്തിൽ കൺമണിയുടെ ഒച്ചകൾ ഫോണിൽ നിന്നും കേൾക്കുന്ന പാട്ടിനോടൊപ്പം അലകൾ തീർത്തു. കാശിയുടെ ഇടുപ്പ് ചലിച്ചു തുടങ്ങിയപ്പോൾ കൺമണി അവനെ അമർത്തിപ്പിടിച്ചു. അവളുടെ പല്ലുകൾ പല ആവർത്തി കാശിയുടെ നെഞ്ചിലും തോളിലും പതിച്ചു. മുതുകിൽ അവളുടെ നഖം പല ആവർത്തിയായിരുന്നു. ഒടുവിൽ ഇരുവരിൽ നിന്നും മൂളിച്ചകൾ ആ 4 ചുവരുകളിൽ തട്ടി ചിതറി. കാശി കൺമണിയുടെ ചുണ്ടിനെ കടിച്ചു പിടിച്ചു. അവളുടെ പല്ലുകൾ അവൻ്റെ കീഴ്ചുണ്ടിൽ പല ആവർത്തിയായിരുന്നു. ഒടുവിൽ വെട്ടി വിയർത്ത് കാശി അവളുടെ മാറിലേക്ക് വീണു. കൺമണി അവനെ ചേർത്ത് പിടിക്കാൻ പോലും കഴിയാത്ത അത്രയും തളർന്നു പോയി. കൺമണിയിൽ നിന്നിറങ്ങി അവളെ ചേർത്ത് പിടിച്ച് ഒരു പുതപ്പിനുള്ളിൽ ഇരുവരും നഗ്നമായി കിടന്നു. പെണ്ണിൻ്റെ പാതിമാഞ്ഞ സിന്ദൂരവും കലങ്ങിയ കണ്ണും ചുവന്നു പൊട്ടിയ ചുണ്ടും അത്രമേൽ പ്രണയത്തോടെ കാശി നോക്കി. അവളുടെ അടഞ്ഞ കണ്ണുകളിൽ അമർത്തി ചുംബിച്ചു. നെഞ്ചിൽ ഒതുക്കി പിടിച്ചു. ഐ ലവ് യു കണ്ണ, കാതോരമായി കാശി പറഞ്ഞു. എൻ്റെ കൊച്ചേ, നീ എന്തെങ്കിലും ഒന്ന് പറ. എത്ര നേരമായി ഫോണും പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നു? ഫോൺ വിളിച്ച് 10 മിനിറ്റ് കഴിയിട്ടും ഫോണിലൂടെ ഒന്നും സംസാരിക്കാതെ നിൽക്കുന്ന രാധയോട് രാജീവൻ ദേഷ്യപ്പെട്ടു. ഇല്ലാത്ത സമയത്തിനിടയിൽ നിന്നോട് സംസാരിക്കാൻ വരുന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അത് പിന്നെ കണ്ണൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുവല്ലേ? എനിക്കൊന്ന് കാണണം. രമേശ് ഏട്ടനോട് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോകുന്നില്ല. ഏട്ടന് ജോലിയുണ്ട്. എന്നാൽ ഞാൻ തനിയെ പോകാമെന്ന് പറഞ്ഞാലോ? അതിനൊട്ട് സമ്മതിക്കുന്നുമില്ല. രാജീവേട്ടൻ എന്നെ ഒന്ന് കൊണ്ടുപോകാമോ കണ്ണൻ്റെ അടുത്ത്? ഇതിനാണോ നീ എന്നെ ചക്രശ്വാസം വലിപ്പിച്ചത്? ഒരു വാക്ക് പറഞ്ഞാൽ എപ്പോൾ ഞാൻ നിന്നെ ഇവിടെ എത്തിച്ചെന്ന് ചോദിച്ചാൽ പോരെ? അത് പിന്നെ ഇവിടെയുള്ള രണ്ടിനോടും പറഞ്ഞ് ഞാൻ തളർന്നു. പിന്നെ എനിക്ക് ഇത്തിരിയെങ്കിലും പറഞ്ഞാൽ കാര്യം സാധിപ്പിക്കാൻ പറ്റുന്നത് രാജീവേട്ടനോടല്ലേ? അതല്ലേ ഞാൻ ആദ്യം കുറച്ച് ഡിമാൻഡ് ഇട്ടത്. രാജീവൻ പല്ല് കടിച്ചു പിടിച്ചു. ഇതെന്തിൻ്റെ കുഞ്ഞാണോ എന്തോ. ഒരു കാര്യം ചെയ്യ്, നാളെ രാവിലെ ഞാൻ അങ്ങോട്ട് വരാം. നീ റെഡിയായി നിൽക്ക്. അത് പിന്നെ അമ്മയും ഏട്ടനെ അറിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമുണ്ടാക്കും. നമ്മുടെ വിവാഹം പറഞ്ഞുറപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള പോക്കും വരവുമൊന്നും ശരിയല്ലെന്നാണ് അമ്മയുടെ ഏട്ടൻ്റെ അഭിപ്രായം. എന്നാൽ പിന്നെ നീ അവിടെ തന്നെ ഇരുന്നാൽ മതി, വരണ്ട. എടോ, തനിക്ക് എന്നെ കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. രാധയുടെ തനി സ്വഭാവം പുറത്തിറങ്ങി. എടി, നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ നിന്നെ കൊണ്ടുപോകാൻ എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ നിനക്കല്ലേ ഡിമാൻഡ് കൂടുതൽ? രാജീവേട്ടൻ ഏട്ടനോട് വിളിച്ച് സംസാരിച്ച് എന്നെ കൊണ്ടുപോകണം. അതാണ് എൻ്റെ ആവശ്യം. ഞാൻ പറഞ്ഞിട്ട് നടക്കുന്നില്ല, അതാണ് മനുഷ്യ. ഓ, അപ്പോൾ ഞാൻ അവരുടെ വായിലിരിക്കുന്നത് കേട്ടിട്ട് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അത് വേണോ? വേണം, രാധ പറഞ്ഞു. മാത്രമല്ല, കുറച്ച് ദിവസമായി രാജീവേട്ടനെ കണ്ടിട്ട്. എനിക്ക് രാജീവേട്ടനെയും കാണണം. പെണ്ണിൻ്റെ കൊഞ്ചുള്ള പറച്ചിലിൽ രാജീവൻ വീണു. കാര്യം സാധിക്കാനുള്ള അവളുടെ അടവാണ് എന്നറിയാമെങ്കിലും രാജീവൻ സമ്മതിച്ചു കൊടുത്തു. രാധയോട് സംസാരിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ രമേശൻ്റെ ഫോണിലേക്ക് വിളിച്ച് ഒരു വിധത്തിലാണ് അമ്മയെയും രമേശിനെയും കൊണ്ട് കാര്യം സമ്മതിപ്പിച്ചത്. രാവിലെ രാധയോട് റെഡിയായി നിൽക്കണമെന്ന് പറഞ്ഞിട്ടാണ് ആ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചത് പോലും. വിശ്വത്തിൻ്റെ ഫോൺ വരുമ്പോൾ കാശി ജോഗിങ്ങിന് പോയിരിക്കുകയായിരുന്നു. ഹലോ വിശ്വ, പറയടാ, എങ്ങനെയുണ്ട് കാശി അമ്മയ്ക്ക്?
ഇപ്പോൾ കുഴപ്പമില്ല, ഫിസിയോതെറാപ്പി നടക്കുന്നുണ്ട്. അതും കൂടി കഴിയുമ്പോൾ ഓക്കെ ആകുമെന്നാണ് ഡോക്ടർ പറയുന്നത്. അവിടെ എന്തായടാ കാര്യങ്ങൾ, സ്മൂത്തായി പോകുന്നില്ലേ? ഇവിടെ കുഴപ്പമില്ല. പിന്നെ അഞ്ജലിയുടെ ഇപ്പോഴത്തെ കൂട്ടത്രയും ശരിയല്ല. ഏതോ ഡ്രഗ് കേസുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ ഒരുത്തൻ്റെ കൂടെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. ഇവളിത് എന്ത് ഭാവിച്ചാണെന്ന് എനിക്കറിയില്ല വിശ്വം. പിന്നെ ഒരു സംഭവം ഉണ്ടായി. അയാളെയും അവളെയും കൂടി കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ആരെല്ലാമോ ചേർന്ന് പുറത്തിറക്കി. പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു സംഭവമുണ്ടായി. മദ്യത്തിൻ്റെ ലഹരിയിൽ ടൗണിൽ വെച്ച് നടന്ന ആക്സിഡൻറ്റിൽ അഞ്ജലിക്ക് കാര്യമായി അപകടം പറ്റി. കൂടെ ഉണ്ടായിരുന്നവൻ സ്പോട്ടിൽ തീർന്നു. അഞ്ജലി അതാണ് കഴുത്തിന് താഴേക്ക് ചലനം നഷ്ടപ്പെട്ട് കിടപ്പിലാണ്. ഹോസ്പിറ്റലിൽ യൂസഫാണ് കൂടെ. ഇതുവരെ ബോധം വന്നിട്ടില്ല അവൾക്ക്. നിന്നോട് പറയേണ്ടെന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ പറയാതിരിക്കുന്ന എങ്ങനെ? ശരി വിശ്വ, എടാ ഞാൻ കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. അതാണ് നിന്നോട് വിളിച്ചു പറഞ്ഞത്. സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തി അനങ്ങാൻ വയ്യാതെ കിടക്കുന്നവളെ എങ്ങനെയാടാ പോയി കാണുന്നത്? വരുത്തി വെച്ചതാണെങ്കിലും കേട്ടപ്പോൾ ഒരു വിഷമം. എന്നാൽ ശരി വിശ്വ, നീ വെച്ചോ, ഓക്കെ. ജോഗിങ് കഴിഞ്ഞു വരുന്ന കാശിയുടെ മുഖത്തെ ഭാവം കൺമണി ശ്രദ്ധിച്ചു. എന്ത് പറ്റി കാശിയേട്ടാ, മുഖം എന്താ വല്ലാതിരിക്കുന്നേ? കാശി വിശ്വം പറഞ്ഞ കാര്യങ്ങൾ കൺമണിയോട് പറഞ്ഞു. എല്ലാം കേട്ടപ്പോൾ കൺമണിക്ക് വിഷമം തോന്നി. കാശിയേട്ടനോട് അടുപ്പം തോന്നിയപ്പോൾ അവളോട് ദേഷ്യം തോന്നിയെങ്കിലും ഇങ്ങനെ ഒരു ആപത്ത് സംഭവിച്ചു കിടക്കുന്നു എന്നറിഞ്ഞപ്പോൾ വിഷമം തോന്നി. അവൾ ഇങ്ങനെ ഒന്നുമല്ലായിരുന്നു കണ്ണ. പക്ഷെ എന്താണ് അവൾക്ക് പിന്നീട് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. അവൾ ശരിക്കും ആത്മാർത്ഥമായിട്ടായിരിക്കും കാശിയേട്ടനെ സ്നേഹിച്ചത്. കിട്ടില്ലെന്ന് ഉറപ്പായപ്പോൾ സ്വയം നശിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്തു കൂട്ടുന്നതിനിടയിൽ സംഭവിച്ചു പോയതായിരിക്കും. ഇഷ്ടം സ്നേഹം എന്നൊക്കെ പറയുന്നത് ആർക്കെങ്കിലും പിടിച്ചു വാങ്ങാൻ പറ്റുമോ കണ്ണാ? അതൊക്കെ അവനവൻ്റെ മനസ്സിൽ തോന്നണ്ടേ? ഞാൻ ഒരിക്കലും അഞ്ജലിയോട് ഒരു സുഹൃത്ത് എന്നതിനപ്പുറം ഒരടുപ്പവും കാണിച്ചിട്ടില്ല. അവൾക്ക് ആശ കൊടുക്കുന്ന രീതിയിൽ പെരുമാറിയിട്ടുമില്ല. പിന്നെങ്ങനെയാണ്? ഞാൻ കാശിയേട്ടനെ കുറ്റം പറഞ്ഞതല്ല. എന്തായാലും എണീറ്റ് ഫ്രഷ് ആവ്. കൺമണി കാശിയെ ഉന്തി തള്ളി ബാത്റൂമിൽ കൊണ്ടാക്കി. ഫ്രഷ് ആകുമ്പോഴും അവൻ്റെ മനസ്സിൽ നിറയെ അഞ്ജലിയെക്കുറിച്ച് വിശ്വം പറഞ്ഞ വാക്കുകളായിരുന്നു. നശിക്കാൻ കഴിയുന്നതിൻ്റെ മാക്സിമം നശിച്ചു. സത്യം പറഞ്ഞാൽ ആക്സിഡൻറ്റിൽ അബോഷനായി എന്നിവരെയാണ് കേൾക്കുന്നത്. ഇത്രയൊക്കെ അറിഞ്ഞു വെച്ചിട്ടും ആ യൂസഫാണ് കൂടെ നിൽക്കുന്നത്. അവൻ എത്ര ആത്മാർത്ഥമായാണ് കാശി അവളെ സ്നേഹിച്ചത്. എന്നിട്ട് എന്താണ് അവൾ ഇങ്ങനെയായി പോയത്? സത്യം പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടാണെന്ന് പറയാൻ പോലും ഇപ്പോൾ നാണക്കേട് തോന്നുന്നു. വിശ്വം പറഞ്ഞ കാര്യങ്ങൾ കാശി ഓർത്തുകൊണ്ടിരുന്നു. ഒരു പെണ്ണായിരുന്നിട്ടും അവൾക്ക് ഇതിനൊക്കെ കഴിഞ്ഞല്ലോ. ഒരേ സമയം സഹതാപവും അറപ്പും തോന്നി. കുളി കഴിഞ്ഞ് റൂമിൽ നിന്നിറങ്ങുമ്പോൾ കൺമണി കാശിയും കാത്തിരിപ്പുണ്ട്. ഇതെന്താണ് എൻ്റെ കണ്ണൻ ആലോചന? അതേ കാശിയേട്ടാ, ഞാൻ അഞ്ജലിയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. നമുക്കതുവരെ പോയി അവളെ കാണണ്ടേ? അത് വേണ്ട കണ്ണ. നമ്മൾ ചിലപ്പോൾ സഹതാപത്തിൻ്റെ പുറത്തുപോയി കാണുമ്പോൾ അവൾക്കത് അവളുടെ തകർച്ച നേരിട്ട് കാണാൻ ചെന്നതായി തോന്നും. അതുകൊണ്ട് അത് വേണ്ട. അവൾ ചെയ്തു കൂട്ടിയതിൻ്റെ ഫലം അവൾ അനുഭവിക്കുന്നു. അത്രയും കരുതിയാൽ മതി. അതിലിനി സഹതപിക്കാനോ വിഷമം രേഖപ്പെടുത്താനോ ഒന്നും വേണ്ട. എനിക്ക് കിട്ടുന്ന സമയം നിന്നോടൊപ്പം ചെലവഴിക്കാനാണ് ഇഷ്ടം. അത് മതി. നമുക്കിടയിൽ മറ്റാരും വേണ്ട. ഇനി ഈ ടോപ്പിക്ക് നമുക്ക് സംസാരിക്കേണ്ട. പെണ്ണിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കാശി. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സ്റ്റോറി ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. ഷോർട്ട് സ്റ്റോറീസ് ഓഫ് രുദ്ര രുദ്രപ്രിയയും വേൾഡ് ഓഫ് രുദ്ര രുദ്രപ്രിയയും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ.